ഡെൻസ് വേൾഡിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവരും വീടുകളിൽ സേഫ് ആയിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഞങ്ങളും വീട്ടിൽ സേഫ് ആയിട്ടിരിക്കുന്നു. ഇനി നമുക്ക് ചെമ്മീൻ ഫ്രൈ എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് 1/2 കിലോളം ചെമ്മീനിലാട്ടോ ഞാൻ ഈ ചെമ്മീൻ ഫ്രൈ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ തൊലിയെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നന്നായിട്ട് 2-3 പ്രാവശ്യം കഴുകി അതിന് ശേഷം അതിലേക്ക് 2 പച്ചമുളക് അരിഞ്ഞത്, അല്ലെങ്കിൽ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചിട്ടത്, വേപ്പില ഇത് ചേർത്തതിന് കൂടെ തന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. 1 ഗ്ലാസ്സോളം വെള്ളം ചേർത്ത് ആ ചെമ്മീൻ നിരപ്പിനാക്കണം കേട്ടോ. അതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂണോളം ചേർത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം, എല്ലായിടത്തേക്കൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്. ഇനി അടപ്പത്ത് വെച്ച് നന്നായിട്ടൊന്ന് വേവിക്കാം. വെള്ളമെല്ലാം പറ്റണം, ഒട്ടും വെള്ളമില്ലാതെ വേണം നമുക്ക് കിട്ടാനായിട്ട്. ഒരു മൂടി വെച്ച് അടച്ച് നമുക്ക് വേവിക്കാം. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കണം, വെള്ളമെല്ലാം പറ്റി അടിക്ക് പിടിച്ചോന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നന്നായിട്ട് പറ്റിക്കിട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടാറിയതിന് ശേഷം ഒരു കുപ്പിയിലെടുത്ത് ഫ്രിഡ്ജിലേക്ക് വേണമെങ്കിൽ വെക്കാം. നമുക്ക് ആവശ്യമുള്ളപ്പോഴേക്കും ഇതുപോലെ കറിയാക്കിയാലും മതി. കറി അല്ലെങ്കിൽ ഫ്രൈ എന്തോ വേണമെങ്കിലും എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ എടുത്ത് വെച്ചതാണ്. ഇനി നമുക്ക് ഈ ഒരു ചെമ്മീൻ ഫ്രൈ ഉണ്ടാക്കാനായിട്ട് എന്തൊക്കെ വേണമെന്ന് നോക്കാം. നമ്മുടെ ചെറിയ ഉള്ളിയിലാണ് ചെയ്യുന്നത്. ഒരു 10-12 ചെറിയ ഉള്ളി, അതുപോലെ തന്നെ വേണ്ടത് വെളുത്തുള്ളി ഒരു 10 എണ്ണം, പിന്നെ വേണ്ടത് പച്ചമുളക്, പിന്നെ അതുകൂടാതെ ഇഞ്ചി, ചുവന്നുള്ളിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിയാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഇനി പാൻ അടപ്പത്ത് വെച്ച് പാൻ നന്നായി ചൂടായി കഴിയുമ്പോഴേക്കും അതിലേക്ക് 4 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായി ചൂടായി കഴിയുമ്പോഴേക്കും അതിലേക്ക് നമ്മുടെ ചെമ്മീൻ കൊടുക്കാം. ചെമ്മീൻ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇഞ്ചി ചതച്ചിട്ടാണെങ്കിൽ തന്നെ അടിയിൽ പിടിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. നന്നായി ഇളക്കിക്കൊണ്ടിരുന്നു. അപ്പോൾ ഒരുവിധം ഇഞ്ചിയൊക്കെ ഒന്ന് മൊരിഞ്ഞ് വരുമ്പോഴേക്കും നമ്മുടെ ചതച്ച് വെച്ചിരുന്ന ബാലൻസുള്ള ഇഞ്ചിയും അതുപോലെ തന്നെ പച്ചമുളക്, വെളുത്തുള്ളി വളരെ ചെറുതായിട്ടാണ് ഞാൻ അരിഞ്ഞത്. അപ്പോൾ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒന്നും കൂടി ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ ആവശ്യമെങ്കിൽ ഈ സമയത്ത് ഇത്തിരി വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഓയിൽ കുറേ കണ്ടമാനം ഒഴിക്കാതെ നമ്മൾക്ക് ആവശ്യമുള്ളപ്പോൾ തിരിച്ച് ഒഴിച്ചാൽ മതി കേട്ടോ. അതാണ് ഏറ്റവും ബെറ്റർ. അപ്പോൾ ഒരുവിധം വെളുത്തുള്ളിയുടെ ഇഞ്ചിയുടെയൊക്കെ നിറം മാറി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ചെറിയ ഉള്ളി അല്ലെങ്കിൽ ചുവന്നുള്ളിയും കൂടി ചേർക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് വഴറ്റാം. ഈ സമയത്ത് ആവശ്യത്തിന് ഉപ്പ് വേണമെങ്കിൽ ചേർക്കാൻ മറക്കരുത് കേട്ടോ. ഇനി ചെറിയ ഉള്ളിക്ക് അല്ലെങ്കിൽ ചുവന്നുള്ളിക്ക് പകരം സവാള വേണമെങ്കിൽ ചേർക്കാം. സവാള ചേർക്കുമ്പോഴേക്കും ചെറുതായിട്ട് അരിയണം. അതുപോലെ തന്നെ ചെമ്മീൻ എപ്പോഴാണോ വഴറ്റാണ്ടിടുന്നത് അപ്പോൾ തന്നെ സവാളയും കൂടി ഇട്ട് വഴറ്റുക, അത്രേ ഉള്ളൂ. ഇനി ചെറിയുള്ളി അല്ലെങ്കിൽ ചുവന്നുള്ളി ആകുമ്പോഴേക്കും ശ്രദ്ധിക്കാനുള്ളത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അതുപോലെ അടുപ്പത്തുനിന്ന് മാറരുത്, നമ്മൾ മാറിന്ന് വേറെ ജോലിക്ക് പോകരുത്. ഒരു പകുതി വേവ്, അതായത് ആ ചെറിയുള്ളിയുടെ കളർ ജസ്റ്റ് ഒന്ന് മാറി തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ മുളക് പൊടിയെല്ലാം ഇടണം. അതല്ല എങ്കിൽ അടപ്പത്ത് ഇരുന്നുകൊണ്ട് തന്നെ അത് കരിഞ്ഞു പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ടേസ്റ്റ് കിട്ടത്തില്ല. അപ്പോൾ നമ്മുടെ ചെമ്മീൻ്റെ മുകളിലേക്ക് ഒരല്പം വേപ്പില കൂടി വിതറാം. ഇപ്പോൾ ചുവന്നുള്ളിയുടെ ജസ്റ്റ് കളർ മാറി തുടങ്ങുമ്പോഴേക്കും വേപ്പില ആഡ് ചെയ്യാം. വേപ്പില മൊരിഞ്ഞെന്ന് മനസ്സിലായി കഴിയുമ്പോഴേക്കും നമുക്ക് നമ്മുടെ മുളക് പൊടി ചേർക്കാം. മുളക് പൊടി ചേർക്കാനായിട്ട് ചെമ്മീൻ്റെ ഇടയ്ക്ക് ഒരല്പം സ്ഥലം ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം. ഇതുപോലെ സ്ഥലം ഉണ്ടാക്കുക. അതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർക്കുക. അതിലേക്ക് ഞാനിവിടെ എരിവ് ഒരല്പം കൂടുതൽ വേണം, അതുകൊണ്ട് തന്നെ 2 ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഇനി തീ ഈ സമയത്ത് വളരെ കുറച്ച് വേണം വെക്കാനായിട്ട്. അപ്പോൾ തന്നെ തീ ഓഫ് ചെയ്യാൻ കൂടി ശ്രമിക്കുക. നന്നായി ഇളക്കി കഴിഞ്ഞ ശേഷം തീ ഓഫ് ചെയ്യാം. ഒപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അതിലേക്ക് 1 ടീസ്പൂൺ അല്ലെങ്കിൽ 2 ടീസ്പൂണോളം വിനാഗിരി കൂടി ചേർക്കുക കേട്ടോ. ഞാനിവിടെ 1 ടീസ്പൂൺ വിനാഗിരിയാണ് ചേർക്കുന്നത്. വിനാഗിരി ചേർത്തുമ്പോഴേക്കും ഒരല്പം പൊട്ടിത്തെറിക്കണ പോലെ കാണും, അത് കുഴപ്പമൊന്നുമില്ല. തീ ഓഫ് ചെയ്താണല്ലോ. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഒപ്പം തന്നെ 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ കൂടി അതിൻ്റെ മുകളിലേക്ക് ഒന്ന് വിതറുക. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ ചെമ്മീൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ടേസ്റ്റ് ചെയ്ത് നോക്കണം. ഇതുപോലത്തെ പുതിയ റെസിപ്പിയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.